ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെ മുട്ടുവേദനയൊക്കെ മാറിയാ? ഓ മുട്ടുവേദന അങ്ങനെ ഇരിക്കും, മരിക്കുന്നത് വരെ അതുണ്ടാവും. ഞാനും അത് തന്നെ. ഇപ്പൊ എന്റെ ഈ കണ്ണേ ഇങ്ങനെ മങ്ങി മങ്ങി വരിക, തീരെ സുഖമില്ല. പ്രായമേറി വരികയല്ലേ, ഇനിയിപ്പൊ കണ്ണ് മങ്ങും, കാല് വേദന, അങ്ങനെ പലതും ഉണ്ടാവും. ഞാനതല്ല ആലോചിക്കണത്. നമുക്കിപ്പോ വയസ്സായ നമ്മളെ നോക്കാൻ ജമന്തിയും കനകനൊക്കെ ഉണ്ട്. അവർക്ക് വയസ്സാവുമ്പോ ആരാ ഉണ്ടാവുക എന്ന് ആലോചിക്കുമ്പോഴാ ഒരു വിഷമം. ഇതെന്താ കനകം പെട്ടിരിക്കണ? ഇപ്പൊ ജോലിക്ക് പോയില്ലേ? അമ്മാവിടുന്ന് ഏട്ടൻ പുറത്തേക്ക് കണ്ടു പോയതാ. ശരി. അല്ലേ, നമ്മുടെ തറവാടിന്റെ തെക്കേ പുറത്തുള്ള ചാത്തൻതൊടിയിലെ ശങ്കരനാരെ അറിയോ? അറിയാലോ. എന്റെ കൂടെ കളിച്ചു വളർന്ന മനോഹരൻ. അവൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുള്ളത്. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 22 വർഷം കഴിഞ്ഞു. 22 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ അവന് കുട്ടികളുണ്ടാ? ഇല്ല. അവരുടെ വിഷമം നടത്തൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഈ ജമന്തിനും കനകനും ഓർക്കും. ഇവർക്ക് രണ്ടു കൂട്ടർക്ക് ഈ വിധിയാണല്ലോ. പക്ഷെ അവന് കാണിക്കാത്ത ചികിത്സ ഒന്നുമില്ല. എന്നാലും അവൻ നിർത്തിയൊന്നുമില്ല. അവൻ ഓരോരുത്തരെ മാറി മാറി കണ്ട് ചികിത്സിച്ചോണ്ടിരുന്നു. ഇപ്പോഴേ അവന്റെ ഭാര്യക്ക് വിശേഷമുണ്ട്. 4 മാസാ. ആ ചികിത്സ തന്നെ തുടരെ നടത്തിക്കൊണ്ടിരുന്നു. ആ ചികിത്സ ഒന്നല്ല, പലരും പറഞ്ഞിട്ട് വേറൊരു ചികിത്സ നടത്തിയപ്പോ 4 മാസമായി. ഇന്നലെ എന്നെ കണ്ടപ്പോ അത് പറയുമ്പോ അവന്റെ മുഖത്തുള്ള സന്തോഷം കാണണം ചേച്ചി. അത് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷമായല്ലോ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചത് ഇപ്പൊ ആരുടെ അടുത്താ പോയി ഇപ്പൊ അവസാനം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വിതുരയിലെ ഒരു വൈദ്യം ഉണ്ട് അത്ര, ഒരു ഒറ്റമൂലി ചികിത്സ. 4 പ്രാവശ്യം ഭാര്യയും ഭർത്താവും കൂടി അവിടെ ചെന്നിട്ട് അവര് പറയണ മരുന്ന് കഴിച്ച് ആ ചിട്ടയില നടന്നപ്പോ അവൾക്ക് വിശേഷം ഉണ്ടായി. 4 പ്രാവശ്യം? 4 പ്രാവശ്യം. ദൈവമേ, എന്തോരം മരുന്ന് കഴിച്ചിവിടെ. അല്ല, ഞാൻ പറയണത് അപ്പൊ എനിക്ക് അത് കണ്ടപ്പോഴേ നമ്മുടെ കനകനും ജമന്തിനും ഒന്ന് അയാളെ കൊണ്ട് കാണിച്ചാലോ? എനിക്കും അങ്ങനെ തോന്നുക. ഇനി ഇപ്പൊ ചികിത്സ ഒന്നും ചെയ്യാതിരിക്കല്ലേ, നമുക്ക് അവിടെ ഒന്ന് പോവാം. അല്ല, അതിപ്പോ ഞാൻ നേരിട്ട് പറഞ്ഞ അവനെ കടിച്ച് കീറാൻ വരും. നിങ്ങൾ രണ്ടാളും കൂടി ഒന്ന് മയത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചാ ഞാൻ വേണേ അവരെ കൂട്ടിട്ട് പോവാ. എന്നെ കൊണ്ട് വയ്യ. അവന്റെ ശാഠ്യാരം കേട്ട് ഞാൻ മടുത്ത്. എന്ത് പറഞ്ഞാലും അവൻ ചാടി കടിക്കാൻ വരും. ഞാൻ അതങ്ങ് മടുത്ത്. അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. അല്ല എന്താ ജമന്തിയെ, നമുക്ക് ഒന്ന് അവിടെ പോയാലോ? കനകനോട് നീ ഒന്ന് പറഞ്ഞോക്ക് കേട്ടോ. അല്ല, അവൻ ഈ ചാടിക്കടിക്കുന്നതിന് കാര്യമുണ്ട്. അവന്റെ മനസ്സ് നിറയെ ഒരു കുഞ്ഞിക്കാല് കാണണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാം. ഇപ്പൊ എന്തോ ചെയ്യാനാ, നീ ഒന്ന് പറയുവോ? അല്ല, ഈ മനോഹരന്റെ എങ്ങനെ ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവന്റെ മനസ്സ് മാറും. എല്ലാം തട്ടിപ്പാണല്ലോ. പക്ഷെ ഇതല്ല, ഇത് നേരിട്ട് നമ്മള് അനുഭവിച്ചറിഞ്ഞതല്ലേ. ഒന്ന് പോയോക്കാം, നീ ഒന്ന് പറയണട്ടാ. ഞാൻ വന്ന രക്ഷപ്പെട്ടു. അല്ല മക്കളെ, അമ്മാവന് ചായ എടുക്ക്. ഇനിയിപ്പോ ചായ ഒന്നും വേണ്ട, ഉച്ചയില്ലേ? മണി 11 നീ ഊണൊക്കെ കഴിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ. അവൻ വന്ന് കണ്ട് കാര്യം പറഞ്ഞിട്ട് നീ പോയാൽ മതി. അല്ലെങ്കിൽ അവൻ ഈ ചെവി കൂടെ കേൾക്കും, ഈ ചെവി കൂടെ അങ്ങ് കളയും. എന്ത് പറഞ്ഞാലും അവന്റെ മനസ്സിൽ നിൽക്കുന്നില്ല. ഞാൻ എന്തോ നീ ആവുമ്പോ പിടിച്ചിരുത്തി അവനെ സമ്മതിപ്പിച്ചിട്ട് പോയാൽ മതി. എന്തായി ചേച്ചി പറഞ്ഞു? ഞാൻ പറഞ്ഞോണ്ട് അവൻ കേൾക്കണു. നമ്മൾ രണ്ടാളും പറഞ്ഞ അവൻ കേൾക്കില്ല. ജമന്തി വിഷമത്തോടെ അവനോട് പറഞ്ഞാൽ ചിലപ്പോ അവന്റെ മനസ്സൊന്നലിയും. അവളോട് ഉറപ്പായിട്ട് പറയാൻ പറ. ചേച്ചി അങ്ങോട്ട് ചെല്ല്. എന്നാ പിന്നെ അത് നോക്കാം, അതാ നല്ലത്. നീ ഇരിക്കുക. മോളെ, നീ എന്താ ഒന്നും മിണ്ടാതെ നിന്നത്? നീ ഇങ്ങനെ മിണ്ടാതെ നടന്ന കാര്യം നടക്കുമോ? ഞാൻ എന്ത് പറയാനമ്മേ, എന്തോരം പൈസ ചെലവാക്കിയതാ. പൈസ ചെലവാക്കാതെ എന്തെങ്കിലും കാര്യം നടക്കുമോ? മക്കളൊരു കാര്യം ചെയ്യേ, കനകൻ്റെ അടുത്തൊന്നും കാര്യമായിട്ട് പറ. ഇനി ഞാൻ ഏട്ടനോട് എങ്ങനെ പറയാനമ്മേ? ഇതിപ്പോ എന്തോരം ചികിത്സ കഴിഞ്ഞതാ. അല്ല, ഇത് നല്ലൊരു ചികിത്സ ആയതുകൊണ്ടല്ലേ അഴകേശൻ വന്ന് പറഞ്ഞത്. എൻ്റെ മനസ്സ് പറയുന്നത് ഇത് ഫലിക്കുമെന്ന് തന്നെയാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ തന്നെ എത്ര നാളായിട്ട് ആഗ്രഹിച്ച് നടക്കണമെന്നറിയാമോ? ഒക്കെ മനസ്സിൽ ഒതുക്കി നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ വന്നത് പറഞ്ഞത്. മക്കൾ പറഞ്ഞ അവൻ കേൾക്കും. എൻ്റെ പൊന്നുമോൾ അവനെ കൊണ്ട് ഒന്നും പറയിപ്പിക്കുക. ഏട്ടന് ഈ വൈദ്യമൊക്കെ അതൊന്നും വിശ്വാസമില്ലല്ലോ അമ്മ. വിശ്വാസമില്ലായിരുന്നല്ലോ. അഴകേശനല്ലേ പറഞ്ഞത് നടക്കും. നീ ഒന്ന് പറ, അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പറ. മക്കളെ പറയുമോ? ഞാനൊന്ന് പറഞ്ഞു നോക്കാമേ. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. മക്കള് ചായ എടുത്ത് അമ്മാവനോട് കൊടുക്ക്. എന്താ അമ്മ പതിവില്ലാതെ? ഒന്നുമില്ല, നിങ്ങളൊക്കെ ഒന്ന് കാണണം തോന്നി. മുഖത്തും തീർ നല്ല പ്രസാദം ഉണ്ടല്ലോ.
പോടാ. തന്നെ നീ ഇന്നെന്താ പഠിക്കു പോഞ്ഞ്? ഞാൻ എന്നാ അത് കുടച്ചോ. അയ്യോ, നീ ഇന്നെന്താ ലീവായിന്ന്? ഞാനിന്നേ എൻ്റെ ഒരു സുഹൃത്തിന്റെ കുട്ടിയുടെ നൂല് കെട്ട്. അപ്പൊ ഉച്ചയ്ക്ക് സദ്യക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകണം. നീ കണ്ട കുട്ടികളുടെ നൂലുകെട്ടും പിറന്നാളൊക്കെ ആഘോഷിച്ച് നടന്നോ? അവനോന് ഇതൊന്നും വേണ്ടേ? ആ, നമ്മള് പിന്നെ ആകെ നിർത്തിയതല്ലേ. എന്ത് നിർത്തിയത്? നീ ഇപ്പൊ ചികിത്സ ഒന്നും ചെയ്യണില്ല പറഞ്ഞിട്ട്? ഇനി എന്ത് ചികിത്സ? ഏഹ് നിങ്ങൾ വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ പറ. ഞാനിപ്പോ ആ കാര്യം പറയാൻ തന്നെ വന്നു, വേറെ കാര്യം പറയാനൊന്നല്ല. എന്ത് കാര്യം? നീ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ചികിത്സ നിർത്തേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ എപ്പോഴാ ഭഗവാൻ കനിഞ്ഞരുളി തരാന്ന് പറയാൻ നീ പറ്റും? കാര്യം പറയടാ എന്തുവാണെന്നുള്ളത്. അതെ, ഭഗവാൻ കനിഞ്ഞ അരുളി തരുമ്പോ നമുക്ക് എടുക്കാം, അതല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. എടാ, താൻ ബാധി ദൈവം ബാധി എന്നാണ്. നമ്മൾ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാണ്ട് നമ്മൾ ഇതൊന്നും കണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉണ്ടാവുമോ? എൻ്റെ അമ്മാവ, ഞാൻ ആ മോഹങ്ങളെല്ലാം കൂടി വലിയൊരു ബാണ്ണത്തിൽ കെട്ടിയിട്ട് നേരെ അട്ടത്ത് കൊണ്ടുപോയി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുക്കണ്ട, അത് അവിടെ കടന്നോട്ട്. എന്നാ അത് രണ്ടാമത് ബോഡിയും തട്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കണം. വിദുരയിലേ ഒരു വൈദ്യം ഉണ്ട്. എന്ത് വൈദ്യ? ഇതാണ് ഞാൻ ചേച്ചപ്പനോട് ഒന്നും പറയാത്തത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജാതി ചിരി മാത്രം കാര്യത്തിന്റെ എല്ലാം നിസാരം. എന്റെ അമ്മ, ഈ ചികിത്സകൾ മുഴുവൻ കഴിഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു വിതുരയിലെ വൈദ്യരെ കാണിക്കാൻ പോവാണ്. എടാ, ചിലപ്പോ അവിടെ കൊണ്ടായിരിക്കും രക്ഷപ്പെടാൻ ചിലപ്പോന്നല്ല, അവിടെ കൊണ്ട് രക്ഷപ്പെടും. എടാ, എന്റെ വീടിന്റെ അവിടെ എന്റെ ക്ലാസ്മേറ്റ് മനോഹരൻ 22 കൊല്ലായി. ഇപ്പൊ അവന്റെ ഭാര്യക്ക് ഗർഭമുണ്ട്. ആ, അതെങ്ങനെ ഈ വൈദ്യരെ കണ്ടിട്ടാ? ഇടോക്ക് 4 പ്രാവശ്യം പോയാ മതി. ഒരു പ്രാവശ്യം പോകുമ്പോ 10,000 ഉറുപ്പ്യ ചെലവുള്ളൂ. ഒരു 40,000 ഉറുപ്പ്യം കൂടി ചെലവാക്ക്. എത്രയോ ചെലവാക്കിയതല്ലേ? വേണ്ട അമ്മാവ, ആ പരിപാടിയൊക്കെ നിർത്തി. ഇനി ഒന്നും വേണ്ട. ഇനി ഭഗവാൻ തരുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അത്രേ ഉള്ളൂ. എടാ, ഞാൻ പറയണമെന്ന് കേക്ക്. നീ എത്ര പൈസ? എന്റെ കയ്യിൽ പൈസ വേണ്ട. ഈ ഒരു കാര്യത്തിനാണെങ്കിൽ ഞാൻ എടുക്കും പൈസ. ഞാൻ പറയണമെന്ന് എന്റെ കൂടെ വന്നാ മതി. എന്താ കളിക്കാൻ നിൽക്കുക? പറഞ്ഞാലും മനസ്സിലാവത്തില്ല, ചൊല്ലിയാലും മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് രണ്ടു കൂടെ അവിടെ വരെ ഒന്ന് പോയാൽ മതി. നീ വേറെ ഒന്നും ചെയ്യണ്ട. എന്റെ പൊന്നമ്മ, നമ്മൾ എത്ര സ്ഥലത്ത് പോയി, ആരൊക്കെ കണ്ടു. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഇത് എവിടെന്നാ സംഭവിക്കാന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഞാൻ മരണം വരെ ഇങ്ങനെ നോക്കി നടക്കണം. 22 കൊല്ലം നടന്നു മനോഹരൻ. നിങ്ങൾക്ക് സമയമൊന്നും കഴിഞ്ഞില്ല. ഞാനപ്പോ അത് വിളിച്ചു പറയാൻ പോവാ. എന്നിട്ട് ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്യട്ടെ. എന്നിട്ട് ഉടനെ തന്നെ പോണം നമുക്ക്. ഡേറ്റ് ഫിക്സ് ഒന്നും വേണ്ട, അതിനൊക്കെ വരട്ടെ. ഇനി എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അതൊക്കെ അവൻ വരും, ഞാനല്ലേ പറയണത്. നിങ്ങൾക്ക് പ്രാന്താണ്. അല്ലടാ, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ? ഞാനും അതാ പറയാത്തത്. നമ്മളെ മനസ്സ് മടുപ്പിച്ച് കളയും ഓരോരോ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക്. അവള് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരുണ്ടല്ലോ, ആരെയും കൊണ്ടെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ അവനെ കൊണ്ടേയിരിക്കും. അതിന്റെ വാശിയ. ഏട്ടാ, അമ്മാവൻ പറഞ്ഞത് നമുക്കൊന്ന് ആലോചിച്ചാലോ? എന്തെന്ന് ആലോചിക്കാനാണെന്ന്? അമ്മാവന് പ്രാന്താണ്. അങ്ങനെ ആരോ ധരിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. അതല്ല, അമ്മാവന് നേരിട്ട് അറിയുന്ന ആൾക്കാരല്ലേ. എടി, അതിലൊന്നും ഒരു കാര്യമില്ല. അത് നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എത്ര ആളുകളെ പോയി കണ്ടു, എന്തൊക്കെ ചികിത്സ ചെയ്തു. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതോ ഒരു ഒറ്റമൂലിക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകണോ? വെറുതെ നമ്മൾ അധ്വാനിക്കണ പൈസ ഈ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കണ എന്തിന്? അല്ല, അമ്മയും പറഞ്ഞു ഒന്ന് പോയി നോക്കാട്ടാ. ചെലപ്പോ എന്താ നിനക്ക് തോന്നുന്നു? പോണോ? പോയി നോക്കാം. ഒരു കാര്യമില്ലാന്ന്. വെറുതെ നമ്മുടെ പൈസ പോകും, അത്രേ ഉള്ളൂ. ഏട്ടാ, നമ്മൾ ഇത്രയും കാലം കണക്കൊന്നും നോക്കിയിട്ടില്ലല്ലോ ഏട്ടാ. പിന്നെ ഇപ്പൊ മാത്രം എന്തിനാ ഈ കണക്കൊക്കെ നോക്കണേ? ഒരു തവണ ഒന്ന് പോയി നോക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. എന്താണ് എന്തൊക്കെ നമുക്ക് മാത്രം എന്തായിട്ട് ഭാഗ്യം. അങ്ങോട്ട് പോകാം. ഞാൻ കുളിച്ചിട്ട് വരാം. പോ. എന്തേ സമ്മതിച്ചാ? കനകം സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കാര്യം അല്ല, പത്യം വല്ലതും ഉണ്ടാ? പിന്നെ ഒറ്റമൂലി ചികിത്സ അല്ലേ, പത്യം ഉണ്ടാവും. അല്ല, പത്യം ഉണ്ടെങ്കിൽ ഈ കാര്യം ആയതുകൊണ്ട് അവള് സമ്മതിക്കും. പക്ഷെ അവന്റെ കാര്യോ?
അല്ല എന്ത് വന്നാലും ശരി അവനെ സമ്മതിപ്പിച്ചിട്ട് ആദ്യം രണ്ടാളെ നമ്മളൊന്ന് കൊണ്ടുപോകണം അങ്ങോട്ട്. രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക അവിടെ എന്താവും എങ്ങനെ അറിയാം അവന്റെ കാര്യം. ഇന്നത്തെ പത്രം വന്നില്ലേ അമ്മ? ആ ചെറുക്കൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പത്രം ഒന്നും കൊണ്ടുവരത്തില്ല. അവന് തോന്നുമ്പോ കൊണ്ടുവരും, അല്ലെങ്കിൽ ഇല്ല. കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്താണ് രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഗൗരവമായ വിഷയം സംസാരിച്ചോണ്ടിരിക്കണം. എന്ത് ഗൗരവം. ഞാനിവിടെ ഇങ്ങോട്ട് ഇരിക്കാല്ലേ? അല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരിക്കില്ല. എന്തോന്ന് ബുദ്ധിമുട്ട്, കസേര ഇടക്ക് വലിയ ഇരിക്കുക അല്ലേ? നിങ്ങൾ മുഖം കണ്ടിട്ട് എന്തോ ഭയങ്കര. നീ തങ്കത്തിന്റെ അടുത്ത് ഇങ്ങനെ തന്നെയാണോടാ? എന്താ മാവ? അല്ല ഈ രാഷ്ട്രീയക്കാരനായിട്ട് ഇങ്ങനെ ഞാൻ ഇരുന്നോട്ടെ വന്നോട്ടെ ഇങ്ങനെ തന്നെ? അല്ല മാവ, നമ്മള് എവിടെ ചെന്നാലും ആ ഇരിക്കുന്നവർക്ക് ഒരു ശല്യമാകരുത്, ബാധ്യതയാവരുത്. അതെനിക്ക് നിർബന്ധം. രാഷ്ട്രീയക്കാരല്ലേ കുറച്ച് എന്തോ നമ്മ, ഞാൻ ഇവിടെ അങ്ങനെ രാഷ്ട്രീയം ഒന്നും കളിക്കാറില്ല. ഞാനേ കനകന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. എന്ത് കനകനും തെറ്റി? അല്ല അവനിപ്പോ ഇങ്ങനെ പോരല്ലോ, ചികിത്സയൊക്കെ നിർത്തി വെച്ചിരിക്കുക അത്രേ. ഇപ്പൊ ചികിത്സ വീണ്ടും തുടങ്ങിയാലോ എന്നൊരാലോചന. ഏത്? നമ്മുടെ വിദുരയിലേ ഒരു പ്രഭാകരൻ വൈദ്യരുണ്ടല്ലോ, അയാളുടെ ഒറ്റമൂലി ചികിത്സ നല്ലതാന്നാ പറയുന്നത്. പ്രഭാകരൻ എന്താ വെച്ചാ ഒരുപാട് പൈസ ചെലവാക്കിയതല്ലേ, ഇനി ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി ആവാ. 4 പ്രാവശ്യം അവിടെ പോണം, ഒരു 40,000 റുപ്യ വരും. പിന്നെ പോക്കും വരവൊക്കെ ആയിട്ട് ഒരു 10-50,000 റുപ്യ നമ്മൾ കാണണം. എത്ര? ഒരു 50,000 റുപ്യ ഉണ്ടെങ്കിൽ കാര്യം നടക്കൂലേ ചേച്ചിയെ? അമ്മാവൻ ഏത് വൈദ്യുന്ന് പറഞ്ഞ? പ്രഭാകരൻ വൈദ്യര്. ഞാനേ ഇത് പേര് ഞാൻ ഇങ്ങനെ ഓർത്തെടുത്തോണ്ടിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെ അങ്ങോട്ട് പോരുത്, അയാൾ അര വെട്ടിപ്പ് മുഴു തട്ടിപ്പാട് നടക്കണ ആളാ. നീയൊന്നും മിണ്ടാതിരിക്കടാ, നമ്മുടെ അവിടെ മനോഹരൻ ഇപ്പൊ കുട്ടി ഉണ്ടായതല്ലേ. എന്റെ അമ്മാവ അത് അയാൾ വേറെ എവിടെയെങ്കിലും പോയി ചികിത്സിച്ചിട്ടുണ്ടാവും. കാര്യമായിട്ട് അന്വേഷിച്ച് നോക്ക്. ഇയാളെ ആള് ഭയങ്കര കുഴപ്പക്കാരനാണ്. അതുമല്ല പൈസക്ക് ഭയങ്കര പിടിവാശിയാണ്. ഞാൻ പറഞ്ഞില്ല, ആൾക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു മര്യാദ ഇല്ലാത്ത ഇടപെടല. പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞു. പോയി കണ്ട 10,000 കൊടുക്കും. അല്ലെന്നേ നമുക്ക് ഒരു സംശയം അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. ആള് പറയണത് അതുപടി നമ്മൾ അനുസരിക്കണം. എന്തായാലും ഒരു കാര്യം നടക്കാനല്ലേ ഇപ്പൊ പറഞ്ഞു ഒരുവിധം ശരിയായെങ്കിൽ അവനെ കൊണ്ടുപോകണം നമുക്ക്. അല്ല ഞാൻ വേറൊരു കാര്യം ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പെങ്ങള് മന്ത്രവാദിയ അതല്ലെന്നേ, ആള് ഇതുമാതിരി കുട്ടികളുണ്ടാവാതിരുന്നിട്ട് വേറൊരു വൈദ്യന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയി. അതേത് വൈദ്യ? എന്തോ പന്നിയോട് കണാരം വൈദ്യം. എന്നിട്ട് അവിടെ പോയി. അത് വെച്ചാൽ അവിടെ പോകേണ്ട ആവശ്യമില്ല. ഈ വൈദ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നമ്മൾ നേരെ വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നാണ് ചികിത്സിക്കുന്നത്. അത് കൊള്ളാലോ. അതെങ്ങനെ? മാത്രമല്ല പൈസക്ക് ഒരു ആക്രാന്തമല്ല. നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അല്ല അങ്ങനെയുള്ളവരാകുമ്പോ പിന്നെ അത് തട്ടിപ്പൊന്നും ആവില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. പുള്ളിയുടെ ഈ ചികിത്സയുടെ ഒരു രീതി ഉണ്ടല്ലോ. പുള്ളി ഇവിടെ വന്നാൽ ഈ ഗർഭിണിയാകേണ്ട കുട്ടി ആദ്യം ഒന്ന് ഇങ്ങനെ നോക്കും, നല്ലവണ്ണം പഠിക്കും ആളിനെ. അത് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ എന്തോ ഈ കാന്തിക വലയോ അങ്ങനെ എന്തോ എല്ലാ വീടുകളിലും ഉണ്ട് എന്നാ പറയണത്. അപ്പൊ ഈ ഗർഭിണിയാകേണ്ട കുട്ടിയെ ഈ കാന്തിക വലയത്തിന്റെ നടുക്കാക്കും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടശക്തികളുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ അതുണ്ടാവരുത്. കാരണം എന്നാലും മരുന്ന് ഏൽക്കില്ലെന്നാ പുള്ളി പറയണത്. ഇതെല്ലാം അങ്ങനെയൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞിട്ടാണ് പുള്ളി തൃക്കണ്ണ് കൊണ്ട് ഏത് മരുന്ന് കൊടുക്കണമെന്നൊക്കെ. ഞാൻ അങ്ങനെ ഒരു കണാരൻ വൈദ്യനെ കുറിച്ച് ഇത്രയും നാളായിട്ട് എനിക്കറിയാൻ വയ്യ. ആർക്കറിയാമോ എവിടെയല്ലോ ഏതെല്ലാം വൈദ്യന്മാർ കിടക്കണുണ്ടെന്ന് അറിയാമോ? നമുക്ക് അറിഞ്ഞുവിടാത്തോണ്ടല്ലേ. ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിന്നെ പെങ്ങക്കുണ്ടല്ലോ, മരുന്ന് തേനിൽ ചാലിച്ചിട്ട് മരുന്ന് അങ്ങോട്ട് കൊടുത്ത് കുടിച്ച് 10-ാം മാസം ആയപ്പോ ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ 3 കിലോ ഉള്ള ഒരു ആൺചെറുക്കൻ. എന്നാ നമുക്കതൊന്ന് നോക്കാം. പിന്നെ ഇവനെ നമ്മൾ കെട്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും വേണ്ട. ഇതുവരെക്കൊന്നും ഇവിടെ തന്നെ കാര്യം നടക്കും. പിന്നെ നമ്മൾ ഇവിടുന്ന് വിതിരെ പോകണമെങ്കിൽ കാർ അന്വേഷിച്ച് വണ്ടി അന്വേഷിച്ച് ഭാര്യ കെട്ടി പോയി തിരിച്ചു വന്ന് ഇടയ്ക്കുള്ള കാപ്പുകൂടി ചെലവ്. ഇത്ര പൈസയും ചെലവാവില്ല. അല്ല എന്നാലും എന്തെങ്കിലും ദക്ഷിണ കൊടുക്കേണ്ടി വരില്ലേ? ദക്ഷിണ എന്നാലും ഇപ്പൊ 50 പറഞ്ഞെടുത്ത് 50 ഒന്നും കൊടുക്കണ്ട, നേരെ പകുതി കൊടുത്താലും മതിയാവും ചിലപ്പോ. അത് കൊള്ളാം. നമ്മുടെ കാര്യം നടത്തി നമുക്ക് കൊടുത്തൂടെ? എന്താ കൊടുക്കാം. എന്നാ അത് തന്നെ നോക്കാം നമുക്കിനി. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ അവ സമ്മതിക്കില്ല എന്നുള്ള അത് എനിക്ക് ഒരു സംശയമുണ്ട്. ഇത് അറിഞ്ഞോ അറിയാതെ ഞാൻ പറഞ്ഞൊന്നും പറയണ്ട. വേണ്ട, ഞാൻ പറയണ പോലെ പറയാം. അമ്മാവന്റെ ഇറങ്ങടാ. ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. നീ എന്തെങ്കിലും പോയില്ലേ? ഏയ് നമ്മളെവിടെ പോവാളിയാ? എവിടെ പോവാല്ലേ? നമ്മളെ കാലത്ത് പോസ്റ്റ് ഒന്നും നിൽക്കുന്നില്ലല്ലോ. അല്ല ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ക്ലീറ്റസ് ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. അല്ല ഞാനിരിക്കണ ബുദ്ധിമുട്ടാണ്, ഞാനങ്ങ് പോയേക്കാം. അവിടെ ഇരിക്കേ, കുടുംബത്തൊരു കാര്യല്ലേ, നീ അറിയണോണ്ടെന്താ കുഴപ്പം? കുഴപ്പമില്ലെങ്കിൽ പന്നിയോടൊരു വൈദ്യരുണ്ട്. അമ്മാവൻ വിദുരയിലുണ്ടെന്നല്ലേ പറഞ്ഞേ? അല്ല വിദുരയിലൊരു വൈദ്യരുണ്ട്,
അതിലിപ്പോ ഇങ്ങോട്ട് പന്നിയോട്ടേക്ക് താമസം മാറിയ. അതല്ല, ഇത് വേറെ വൈദ്യര്. പന്നിയോട് ഒരു കണാരൻ വൈദ്യരുണ്ട്. അപ്പൊ നമ്മൾ വിതരല വൈദ്യരെടുത്ത് പോണ്ടേ? അല്ല, അത് നമുക്ക് പിന്നെ വേണമെങ്കിൽ പോയാൽ മതി. ഇതിപ്പോൾ അത് നമുക്കൊരു 19,000 റുപ്യ ചിലവൊക്കെ വരുമല്ലോ. പിന്നെ അവിടെ പോയി 4 പ്രാവശ്യം പോയി വരുമൊക്കെ വേണ്ടേ? ഇതാവുമ്പോൾ ഈ കണാരൻ വൈദ്യര് നേരെ നമ്മുടെ വീട്ടിൽ വരും. ഇപ്പൊ ആദ്യം ഏത് വൈദ്യരാ കാണേണ്ടത് അത് പറ. നമുക്ക് ആദ്യം കണാരൻ വൈദ്യരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ കണാരൻ വൈദ്യര് എന്ന് പറഞ്ഞാൽ ഈ പന്നിയോടുള്ളത്? ആ, പന്നിയോടുള്ളത്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ജമന്തി കുട്ടീനൊക്കെ ഒന്ന് കണ്ട് ഈ വീട്ടിൽ വെച്ചിട്ടൊരു ചികിത്സ അത്ര അതിൽ ഫലം കാണുന്ന പറയുന്നത്. മാത്രമല്ല പൈസക്ക് ആക്രാന്തോ ഇല്ല. നമ്മൾ എന്തെങ്കിലും ദക്ഷിണ കൊടുത്താൽ മതി എന്നാ പറഞ്ഞു. യാത്ര അലച്ചിലുമില്ല. ഇല്ല, നമുക്ക് അതൊന്നും ആദ്യം നോക്കിയാലോ. അല്ല, അപ്പൊ ഈ ന്യൂസ് ഇപ്പൊ അമ്മാവന് എവിടെ നിന്ന് കിട്ടിയതാ? അല്ല, ഈ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീറ്റസിന്റെ മറ്റേ ഇതുണ്ടല്ലോ, എന്ത് മെമ്പറാണ് അത്? ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഒരു പെങ്ങള് ഞാൻ അറിയും. ആ കുട്ടിക്ക് ഇതുപോലെ ഈ പന്നിയോട് കണാരൻ വൈദ്യര് ചികിത്സിച്ചപ്പോഴാണ് കുട്ടി ഉണ്ടായത്. ഞാനത് പറയാനായിട്ട് അതെന്താ വെച്ചാൽ ഇവനെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ പന്നിയോട് വൈദ്യരുടെ ഓർമ്മ വന്നത്. അതുകൊണ്ട് നമുക്ക് അയാളെ ഒന്ന് ആദ്യം കൊടുത്താലോ? ആരെ വേണോ കൊണ്ടുവരാം. അല്ല, അയാളെ കൊടുന്ന് നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ നമുക്ക് വിതുരെ പോവാ. എല്ലാരോടും കൂടെ ഒരു കാര്യം ഞാൻ പറയാം. ഈ വിഷയം പറഞ്ഞിട്ടുള്ള അവസാനത്തെ ചികിത്സ ആയിരിക്കണം ഇത്. ഇനി ഇതും പറഞ്ഞിട്ട് രണ്ടാമതൊന്നും എന്നോട് പറയരുത്. ഞാൻ അതിന് മെനക്കിടില്ല. നമ്മൾ ഗുളിക കഴിച്ചാലും മരുന്ന് കഴിച്ചാലും ചികിത്സ ചെയ്താലും ആദ്യം വിശ്വാസം വേണം. എന്റെ വിശ്വാസമൊക്കെ എന്നോ പോയില്ലടോ. അങ്ങനെ ആവരുത്. നമുക്ക് ഇതൊന്നും നോക്കാം. ഇതിൽ ശരിയാവുന്ന എന്റെ മനസ്സ് പറയണു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങണ്ടെന്നാ. ശരി, പോയിട്ടാ. അതെ മാവ, ഇപ്പം ജമന്തി നിൽക്കണോണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാനിത് പറഞ്ഞ് എൻ്റെ കെയർ ഓഫിലാണെന്നൊന്നും ഇനി അവൻ അറിയണ്ട. ഇനി അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പകുതി കിട്ടിട്ട് പോകും. അതെ, ഇപ്പൊ അവൻ ഒരുവിധം സമ്മതിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നേക്ക് വെച്ച കാര്യങ്ങൾ അവന്റെ മനസ്സ് മാറും. നീ ഇന്ന് എന്നെ വിളിച്ചു പറ, ഈ ഞായറാഴ്ച വരാൻ പറ. നമ്പർ കയ്യിലുണ്ട്? നമ്പറൊക്കെ എന്നാ ഒന്ന് വിളിച്ചു പറ. ഞായറാഴ്ച കാണുമല്ലോ ഇവിടെ അല്ലേ? കേട്ടോ, അപ്പൊ ഞായറാഴ്ച വിളിച്ചു പറ. ഞാൻ വിളിച്ചോളാം. പന്നിയോടെങ്കിൽ പന്നിയോട് കാര്യമൊന്നും നടന്നാൽ മതി. ആരാണാവോ എന്നെ വിളിച്ചത്? ഞാനാണ് കണാരൻ വൈദ്യര്. പന്നിയോട് കണാരൻ വൈദ്യര്. അയ്യോ, നമസ്കാരം. ഞാനാണ് ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ പറഞ്ഞത്. വിളിച്ചത് ആരായാലും പ്രശ്നമല്ല. വിളി വന്നപ്പോഴേ ഞാൻ ഇഞ്ഞ് പോരുന്നു. വിളിച്ച ആളെ ഓട്ടോടെ കൂലി കൊടുത്തിട്ട് അളിയ അല്ല അമ്മ അളിയ കൊടുക്കാൻ ഞാൻ എത്ര വൈദ്യരെ അങ്ങോട്ട് ഇരുന്നോളൂ. അങ്ങോട്ട് ഇരുന്നോളൂ. ജമന്തി, കുടിക്കാൻ ചായ, കാപ്പി, മോരുവെള്ളം, വേറെ എന്തെങ്കിലും? ക്രിയ കഴിയാതെ ഞാൻ ജലപാനം കഴിക്കാറില്ല. അല്ല, ഈ ക്രിയ എന്ന് പറയുമ്പോ ഞങ്ങളിപ്പോ ഒന്നും ഒരുക്കിയിട്ടില്ല ഇവിടെ. എല്ലാം ഞാൻ ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. ഒരു കാന്തിക വലയം ഞാൻ ഇവിടെ ഇങ്ങനെ കൂടെ സൃഷ്ടിക്കും. എന്നിട്ട് അതിൽ നിൽക്കുന്ന ദുഷ്ടശക്തികളെ ആവാഹിച്ചു പുറത്താക്കിയതിനു ശേഷം ഗർഭിണിയാകേണ്ട കുട്ടിയെ അതിനകത്ത് നിർത്തും. എന്നിട്ട് ചികിത്സിച്ചാലേ ചികിത്സ ഫലിക്കൂ. അതാണ് എന്റെ രീതികള്. ആരാണ് ഗർഭിണിയാവേണ്ട കുട്ടി? ആരാണ്? ഇതാണ്. ശരി. ഭർത്താവ് നിങ്ങൾ കയറിയിക്ക. ഭർത്താവ് ഞാനല്ല, പിന്നെ അതാണ് ഭർത്താവ്. അല്ല, നിങ്ങൾ മാറിയിക്ക. നിങ്ങൾ കൂടി കയറിയിക്ക. ഓ, ദേവമേ, കാത്തുരക്ഷിക്കണേ. മരുന്നുകളെല്ലാം ഭരിക്കണേ. ഇവിടെ നിൽക്കുക. ഒന്ന് തിരിയിക്ക. ഓട്ട ദോഷങ്ങൾ പിടിയും. കളിക്കരുത്. കാന്തിക വലയത്തിൽ നിങ്ങൾ വെളിയിൽ നിന്ന് കളിച്ചോണം. അകത്ത് കയറി കളിക്കരുത്. അതാരാണ്? അത് അളിയൻ്റെ അച്ഛൻ. എന്തെടുക്കുന്നത്? പട്ടാളത്തിലായിരുന്നു. അയ്യോ,
അല്ല മരിച്ചുപോയി. സാരമില്ല, കുഴപ്പമില്ല. നമ്മുടെ ഈ വീട്ടിൽ ചില ദോഷങ്ങളുണ്ട്. ഇവിടെ താമസിച്ചാൽ സന്താനങ്ങൾ ഉണ്ടാകുകയില്ല. തന്നെയല്ല മരണം സുനിശ്ചിതം. അതിപ്പോ എവിടെ താമസിച്ചാലും മരിക്കില്ല വൈദ്യരെ എന്ന് പറഞ്ഞ് ചാടിക്കറി മരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയില്ല. അല്ല അങ്ങനെ വരാൻ വഴിയില്ല. അതെന്താ? ഇത് ചത്തശാസ്ത്രം അല്ല മറ്റേ തത്വശാസ്ത്ര പ്രകാരം ചെയ്ത വീടാണ്. എങ്കിലും ഈ വീട്ടിൽ താമസിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ വെളിയിൽ ചെന്നിട്ട് ഇതിന്റെ ആരോടൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഇത് കാലഘട്ടപ്പെട്ട വീടാണ്. അതുകൊണ്ട് ഇതിന്റെ തിക്കടക്കം നമുക്കൊന്ന് നോക്കാം. ഇത് മുറുകെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുക. നിങ്ങളൊക്കെ വരിക. തനക്ക് എനിക്ക് ഇയാളെ വ്യക്തമായിട്ട് അറിയാന്ന്. ഇയാളെ ആള് കള്ളനാണ്, വലിയ തോടാണ് ഇവൻ. ഇവൻ ഇയാളെ തേങ്ങി ശർക്കര പോലീസ് വിളിച്ചതാണ്. നീ ഒന്നും മിണ്ടാണ്ടെന്നേ. തനക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അവനെ ഓടിക്കും, അവൻ കള്ളനാണെന്ന്. ഒന്നും മിണ്ടാണ്ട നിക്ക് നീ. എന്താണ് അവന്? വീടിന്റെ വടക്ക് കിഴക്കാണ് കിണർ വരേണ്ടത്. ഈ കിണർ നിൽക്കുന്നത് രാശിക്കല്ല. ഈ കിണർ മൂടുക. ആ കിണർ മൂടിയ വെള്ളം കുടിക്കണ്ടേ? ഇത് മൂടിയില്ലെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. ആ വണ്ണമുള്ള ആൾ മാത്രം നീങ്ങ. ഞാൻ ഒരു ചെറിയ മീറ്റിംഗ് ക്ലീറ്റസേ, ആദ്യം കിട്ടുന്ന 10,000 രൂപ ഞാൻ എടുക്കും. രണ്ടാമത് മരുന്നിന് കിട്ടുന്ന 15,000 രൂപ അത് ഞാൻ തരത്തില്ല. മൂന്നാമത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നീ വാങ്ങിച്ചെടുത്തു. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ? ഇപ്പോൾ പറഞ്ഞെന്തോന്നു എല്ലാ ദിവസവും നമ്മളെ പറഞ്ഞു വെച്ചേക്കല്ലേ, പിന്നെ ഇനിയിപ്പോൾ എന്തോന്ന് പുതിയ അതെ, നീ പറഞ്ഞത് അച്ചട്ടാണ്. ഇത് രണ്ടുപേരും കൂടെ പൈസ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഒന്നുകിൽ ഇപ്പൊ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ നല്ല പട കൊടുക്കാം. എന്താ വേണ്ടത്? നല്ല പട കൊടുക്കാൻ നമുക്ക് വേണ്ടത്. നമ്മൾ പറഞ്ഞ മകനെ എല്ലാം നന്നായി വരും മകനെ. കുഞ്ഞിക്കാൽ ഉണ്ടാവും മകനെ. കുഞ്ഞിക്കാരെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ വരച്ച ഈ കാന്തിക വലയുണ്ടല്ലോ, ആ കാന്തിക വലയത്തിൽ നിന്ന് ഒരടിനെ പുറത്ത് വെച്ച് അടിച്ച് നിന്നെ കണ്ണിയാൻ താഴെ ഇടും. ആരാടാ നീ? ഞാൻ കാണാനും വൈദ്യര് അല്ലേ? കാണാനും വൈദ്യര്. Alien versus Alien.